വചനത്തിൽ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ. വചനത്തിൽ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയ നടത്തുന്നു. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവിൻ കൂടെയുള്ളതാ. പലരും വന്ന് വിളിച്ചിട്ട് ആടിന് ചെവി കൊടുത്തില്ല. പക്ഷെ ഇടയിൽ വന്ന് വിളിച്ചപ്പോൾ ആട് ചെയ്ത് ചെവി കൊടുത്തു. ചെവി കൊടുത്തു മാത്രമല്ല, ഇടയെ നോക്കി വന്നു. നമ്മളൊക്കെ പറഞ്ഞേ യഹോവയുടെ ഇടയനാണ്. എന്റെ ചോദ്യം, നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നമ്മൾ ഈ ലോകത്തിൽ പലവിധമായ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വീട്ടിൽ പോയാൽ കൂടുതൽ നമ്മൾ എന്ത് കേൾക്കുന്നത്? ടിവിയുടെ ശബ്ദം, ഏതെങ്കിലും സിനിമാവോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ കേൾക്കും, അല്ലെങ്കിൽ മൊബൈൽ ഫോണില് നമ്മൾ പാട്ടുകൾ കേൾക്കും, അല്ലെങ്കിൽ വചനം കേൾക്കും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമഡി കാണും, എന്തെങ്കിലും പലവിധമായ സൗണ്ടുകൾ നാം ഒவ்வொரு ദിവസവും നമ്മുടെ ചെവിയിലോട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞ എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ ആടുകളാണ് നിങ്ങളും ഞാനും. നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല, പകരം എന്താണ്? പലവിധമായ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മനസ്സിലാക്കോ? ദൈവം നമ്മൾ സംസാരിക്കുന്നുണ്ട്. ദൈവം വചനം എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്കാണ് ഇടയനെ തിരിച്ച് അറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ ദൈവം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ കഴിയാത്ത കാരണം എന്തിനാണ്? അതിന്റെ കാരണം എന്താണ്? നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് എന്റെ മക്കളോട് എനിക്ക് സംസാരിക്കണം. വചനം എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. നമ്മൾ കേൾക്കുന്നുണ്ടോ? നമ്മളിപ്പോ ബൈബിളൊക്കെ എടുത്തിട്ട് എവിടെ വന്നിട്ടുണ്ട്? ദൈവസഭയിൽ വന്നിട്ടുണ്ട്. 2 മണിക്ക് അല്ലെങ്കിൽ 1 മണിക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈ ആരാധന കഴിയും. പിന്നെ ബൈബിൾ കൊണ്ടുപോയി നമ്മൾ എവിടെ വീട്ടിലെ ഒരു പത്രമായിട്ട് ഷെൽഫിട്ട് പോലെ വയ്ക്കും. നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത്? അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ബൈബിൾ തപ്പി പിടിച്ച് നമ്മള് കൊണ്ടുവന്നു. സത്യമല്ലേ? നമ്മൾ ഇത് ദൈവത്തിന്റെ ജീവനാണ്, ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്. നമ്മൾ ഇതിന് മുഖ്യത്വം കൊടുത്തില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നമുക്ക് ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിയത്തില്ല. ഇത് ദൈവത്തിന്റെ ജീവനുകൾ മാത്രമല്ല, ദൈവത്തിന്റെ ശ്വാസമാണ്. ഒவ்வொரு വാക്യവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ സകല പ്രതികൂലത്തിലും ഇതിന് ഉത്തരമുണ്ട്. ഇതിലെന്തുണ്ട്? ഉത്തരമുണ്ട്. നിങ്ങൾ ഏത് വേദനയിലും ഇത് വചനത്തെ നിങ്ങൾ എടുത്തു വായിക്കുമ്പോൾ അവൻ നിങ്ങളെ ആശ്വാസപ്പെടുത്തും, അവൻ നിങ്ങളെ ബലപ്പെടുത്തും. ദൈവശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. മനുഷ്യരുടെ ആശ്വാസം ഒരു പരിമിതിയാണ്, പൂർണ്ണമായി വിടുവിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം ഒരു മനുഷ്യനെ ആശ്വാസപ്പെടുത്തിയാൽ ആ ആശ്വാസം എന്നേക്കുമായി നിൽക്കും. വചനങ്ങൾ എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആരെയാണ് അവർ അനുഗമിക്കുന്നത്? നമ്മൾ അനുഗമനമൊക്കെ എവിടെയാണ്? ഞായറാഴ്ച അല്ലെങ്കിൽ ഒരു സൂം പ്രേയർ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന. ഇവിടെയാണ് നമ്മളുടെ ദൈവത്തെ നമ്മൾ അനുഗമിക്കുന്നത്. ഞാൻ പറയട്ടെ, നമുക്ക് പ്രശ്നം എവിടെയാണ്? ദൈവമല്ല ഒരിക്കലും പ്രശ്നം. പ്രശ്നം നമ്മൾ തന്നെയാണ്. നമുക്ക് ഇപ്പോഴും എന്താണ്? ദൈവശബ്ദം എന്താണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പിശാച് വിളിച്ചാൽ നമ്മള് അവന്റെ കൂടെ നമ്മൾ പോകുന്നുണ്ട്. എന്തുകൊണ്ട്?
നമുക്ക് ദൈവശബ്ദം എന്താണ് അറിയാതെ കൊണ്ടാണ് പിശാച് വിളിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അവന്റെ പുറകെ നമ്മൾ ഓടുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് സംഭവിക്കാം? നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുവാനിടയാണ്. പാപമുഖാന്തരം നമുക്ക് എന്ത് സംഭവിക്കാം? നാം ദൈവമായിട്ടുള്ള ബന്ധം മാറും. ബൈബിൾ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ദൈവത്തിന് ഇഷ്ടം ദൈവത്തിന്റെ മക്കളോട് ദൈവം സംസാരിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തില്ല? സമയമില്ല. നമുക്ക് പല വേളകൾ അല്ലെങ്കിൽ നമുക്ക് ടിവിയുടെ ഫ്രണ്ടില് നമുക്ക് ബോറടിക്കുന്നു അല്ലെ? കുറച്ച് സമയം എന്തെങ്കിലും നമുക്ക് കാണണം അല്ലെ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ കൊണ്ട് എവിടെ ആക്കി? ഏതൻ തോട്ടത്തിൽ ആക്കി. എന്തുകൊണ്ട് കർത്താവ് ഏതൻ തോട്ടം ആക്കിയിട്ട് ദൈവം വിട്ടുപോയോ? കർത്താവ് മനുഷ്യനെ കൊണ്ടുവന്ന് ഏതൻ തോട്ടത്തിലാക്കി ഇത് ചെയ്തു. അവനക്കൊരു കൽപ്പന കൊടുത്ത് ദൈവം ചെയ്ത് മാറിപ്പോയോ? ദിവസം കർത്താവ് എന്ത് ചെയ്ത് വന്ന് സംസാരിക്കാൻ ആർക്ക് തന്നെ? ആദാം എടുത്തു, അവ എടുത്തു, സംസാരിക്കും. എല്ലാ ദിവസവും ഒவ்வொரு ദിവസം എന്ത് ചെയ്ത് ദൈവം വന്ന് സംസാരിക്കും. പക്ഷെ ഒരു ദിവസം കർത്താവ് വന്നപ്പോൾ ആദാം അവനും കണ്ടില്ല. അവരെവിടെ പോയി? മരത്തിന്റെ പുറകെ ഓടി വിളിച്ച് എന്തിനു വേണ്ടി? കൽപ്പനകൾ ലംഘിച്ചു. എന്റെ ചോദ്യം, എല്ലാ ദിവസവും ആ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ആ ദൈവത്തോട് സംസാരിച്ച വ്യക്തികൾ ഒരു ദിവസം പെട്ടെന്ന് പാപത്തിൽ വീഴുന്നു. എന്റെ ചോദ്യം, നിങ്ങളാണോ ഇപ്പോഴും വിശുദ്ധിയിലാണോ? നാം എല്ലാ ദിവസവും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ? അവർക്ക് എന്താണ് സംഭവിച്ചത്? ദൈവം പ്രത്യേകിച്ച് ഒരു വാഗ്ദാനം അവർ കൊടുത്ത് അവരെ കർത്താവ് അനുഗ്രഹിച്ച് അവർ കൽപ്പന കൊടുത്ത് എന്താണ്? ജീവന്റെ വൃക്ഷപഴം മാത്രം നിങ്ങൾ കഴിക്കരുത്. എല്ലാ ദിവസവും കർത്താവ് അവരോട് എന്ത് സംഭാഷണം നടത്തി. കർത്താവ് മനുഷ്യനോട് സംസാരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ദൈവത്തിന്റെ മക്കളെടുത്ത് ദൈവത്തിന് സമയം സ്പെൻഡ് ചെയ്യുവാൻ ദൈവം എപ്പോഴും റെഡിയാണ്. ഓക്കെ, നന്മത്തിനെ കുറിച്ചുള്ള വൃക്ഷം, ഓക്കെ സോറി തെറ്റായിട്ട് പറഞ്ഞു. നന്മത്തിനെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ കഴിക്കൽ മാത്രം ദൈവം കൊടുത്ത കൽപ്പനയാണ്. അവരെന്ത് ചെയ്ത്? എല്ലാ ദിവസവും ദൈവം അവിടെ സംസാരിച്ച് ദൈവം കടന്നു പോകും. പെട്ടെന്ന് ഒരു ദിവസം ആയപ്പോൾ എന്ത് ചെയ്ത് ഇവർ വിശ്വാസയുടെ ഇടയിൽ വന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ദൈവം ഇങ്ങനെ വാസ്തവമായി പറഞ്ഞിട്ടുണ്ടോ? ഓർക്കണം, ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന ഡിസിഷൻ ഒക്കെയും ദൈവത്തിൻ അടിസ്ഥാനത്തിലല്ല, ദൈവം നൽകുന്നതല്ല. ചിലപ്പോൾ നിങ്ങളുടെ മുൻപിൽ സാഹചര്യങ്ങളൊക്കെ വേറെ മാറിയായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ നിങ്ങൾ ഒരിക്കലും സംശയിക്കരുത്. ഈ സംശയം കൊണ്ടുവന്ന് പിശാചിന്റെ ജീവിതങ്ങളെ തകർക്കും. ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി സംസാരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് ദൈവ ശബ്ദം ഏതാണ്, പിശാച് ശബ്ദം ഏതെന്ന് നാം ഇപ്പോഴും തിരിച്ച് അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. വചനം പറയുന്നത്, എന്റെ ആളുകൾ എന്റെ ശബ്ദം കേൾക്കും. ശൈലി പറഞ്ഞതുപോലെ പ്രതികൂല സാഹചര്യത്തിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നാം എവിടെയാണ് അന്വേഷിക്കുന്നത്? ഏറ്റവും അടുത്ത കൂട്ടുകാരി പോയി പറഞ്ഞാൽ എനിക്ക് ഉത്തരം ലഭിക്കുക, അങ്ങനെയാണോ? അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവർ പോയി പറഞ്ഞാൽ എനിക്കൊരു ഉത്തരം ലഭിക്കും, അങ്ങനെയാണോ? നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുമെങ്കിൽ, അവന്റെ വചനത്തിൽ അന്വേഷിക്കുമെങ്കിൽ അവൻ തക്കതായ ഉത്തരം നിങ്ങളോട് സംസാരിക്കും. പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് ദൈവവചനത്തിലൂടെ തന്നെയാണ്. ദൈവം എല്ലാ ദിവസവും ആദാമോടും അവയോടും സംസാരിച്ചിട്ടും അവർക്ക് എന്ത് ചെയ്തില്ല? ആ ദൈവ ശബ്ദത്തെ വിട്ട് പിശാചിന്റെ ശബ്ദത്തെ അവർ ചെവി കൊടുത്ത്, ആ ചെവി കൊടുത്ത മുഖാന്തരം എന്ത് സംഭവിച്ച് അവരുടെ ജീവിതത്തിൽ പാപം കടന്നു ഒരുപാടിടയായി. പാപം മാത്രമല്ല, ശാപവും കടന്നു വരുവാൻ ഇടയായി.
പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവമക്കളാണ്. ദൈവം നമ്മളെ വിളിച്ചതിനു വേണ്ടി നമ്മളെ അനുഗ്രഹിക്കുവാൻ, ദൈവത്തിന്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചത്. നാം ഈ ദൈവത്തിന്റെ ശബ്ദപ്രകാരം നാം ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾ പല വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ കയറി കഴിക്കുവാൻ ഇടയാകും. നിങ്ങൾ അവനൊക്കെ ചെവി കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പാപം കയറും. പാവം മുഖാന്തരം ദൈവമായിട്ടുള്ള ബന്ധം നിങ്ങൾ വിട്ടുപോകും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ദൈവസ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ബലമല്ല, ദൈവത്തിന്റെ കൃപയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ സന്തോഷം. ദൈവത്തിന് അത്രത്തോളം ദൈവം നിങ്ങൾ സ്നേഹിത് കൊണ്ടാണ് ദൈവം നിങ്ങളെ വിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ അനുദിനവും ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ട് അതിൻപടി ജീവിച്ചാൽ ഞാൻ പറയട്ടെ, എത്ര പ്രതികൂല സാഹചര്യത്തിലും ദൈവം നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങൾ ഏത് കഷ്ടത്തിൽ പോയാലും ദൈവം നിങ്ങളെ കരം പിടിച്ച് നിങ്ങൾ നടത്തും. നിങ്ങളുടെ ആവശ്യങ്ങളെ കരുതും. ഒന്നിനെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടാൻ വേണ്ടിയ ഒരു ആവശ്യവും ഇല്ല. പക്ഷെ നാം അവന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നാം കേൾക്കുന്നുണ്ടോ? ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കണം, മുഴുവൻ കേൾക്കണം. അതെങ്ങനെ കേൾക്കണം? ദൈവവചനം അത് ഇന്നും അനേകരെ വിടുവിക്കുന്നുണ്ട്, അനേകരെ ആശ്വാസപ്പെടുത്തുന്നുണ്ട്, അനേകരെ ബലപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഒരു നിശ്ചിത സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയം മാറ്റരുത്. നിങ്ങൾക്ക് മുൻപേ ആ സമയം ദൈവത്തിന്റെ അടുത്ത് വന്ന് നിൽക്കും. ഉറപ്പായിട്ട് പറയാം, നിങ്ങൾ ഏത് സമയത്താണ് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുന്നുണ്ടോ അവ നിങ്ങൾ അടുത്ത് വന്ന് നിൽക്കും. ജീവിതത്തിൽ വചനം എന്റെ ആട് എന്റെ ശബ്ദം കേൾക്കുമെന്ന് ഉറപ്പായിട്ട് പറയണമെങ്കിൽ നാം അവന്റെ ശബ്ദം കേൾക്കണം. നമ്മൾ ഇന്ന് ലോകത്തിൽ പല ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ വിട വേണ്ടിയതെല്ലാം വിട്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ അതിനായി നിങ്ങൾ കാത്തിരുന്നാൽ വചനം വഴി യഹോവയ്ക്ക് കാത്തിരിക്കാനുള്ള ശക്തിയെ കൊടുക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മകൾ അത്ഭുതങ്ങൾ കാണുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പറയട്ടെ, വിട വേണ്ടിയ കാര്യങ്ങൾ ഒഴിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഞാൻ പറയട്ടെ, നിങ്ങളെ കൊണ്ട് വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിയും. നമ്മൾ ദൈവശബ്ദം കേൾക്കാതെ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നും പ്രതികൂലവും പ്രയാസമോ. നമുക്ക് എന്തുണ്ട്? പേടിയുണ്ട്, നാളെ എന്ത് സംഭവിക്കുമെന്ന്. പറയട്ടെ, ദൈവമക്കൾക്ക് അങ്ങനെ ഒരു പേടിയും വേണ്ട. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവം നിങ്ങൾ നടത്തും. നമുക്കറിയാം, മാർത്തേ മറിയ രണ്ട് സഹോദരിമാർ കർത്താവോട് ഭവനത്തിൽ വന്ന് മാർത്ത എന്ത് ചെയ്ത് കർത്താവിന് വേണ്ടി നല്ല ഭക്ഷണം കൊടുക്കുവാൻ ഒരുങ്ങി. പക്ഷെ മറിയ എന്ത് ചെയ്ത് ദൈവത്തിന്റെ പാദത്തിൽ അമർന്ന് ദൈവം എന്തൊക്കെ പറയുവാൻ ആഗ്രഹിച്ചാതെ അവർ കേട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്താണ്? മാർത്തേ മാർത്തേ, നീ പലതിനും ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങി ഇരിക്കും. നമ്മുടെ ഇതേ അവസ്ഥ തന്നെയാണ്. നമ്മൾ ഇവിടെ ദൈവസ്ഥനിൽ ആയിരുന്നാലും നമ്മുടെ മനസ്സ് ഇവിടെ അല്ല. പലപ്പോഴും നമുക്ക് എന്തുണ്ട്? നമ്മുടെ ചിന്തയിൽ പല കാര്യങ്ങൾ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. നീ പലതും ചൊല്ലി വിചാരപ്പെട്ടു മനം കലങ്ങി വിളിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടും, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുന്നില്ല. മറിയ എന്താണ് ചെയ്തത്? ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്നിട്ട് അവൾ വിചാരപ്പെട്ടോ. പക്ഷെ നമ്മൾ ഇവിടെയാണ്, നമ്മുടെ മൈൻഡ് ഫുൾ എന്താണ്? വിചാരങ്ങളാണ്. വചനം പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അംശം മറിയ തിരഞ്ഞെടുത്ത് എന്താണ്? ദൈവത്തിന്റെ പാദത്തിൽ അമർന്ന് ദൈവത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ സകലതും ശ്രദ്ധിച്ച് അവർ കേട്ടിരുന്നു. അതിനർത്ഥം അവൾ തീരുമാനിച്ച് എനിക്ക് എന്റെ സഹോദരി സഹായിക്കേണ്ട, പകരം ദൈവത്തിന്റെ പാദത്തിൽ അമർന്ന് ഞാൻ അത് കേൾക്കണമെന്ന് തീരുമാനം അവർ എടുത്തു. നമ്മൾ പല തീരുമാനം എടുക്കുന്നുണ്ട്, അല്ലെ? നമുക്ക് ഉപവാസ പ്രാർത്ഥന നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കും, അല്ലെങ്കിൽ വർഷാവസാനം നമ്മൾ തീരുമാനിക്കും പല കാര്യങ്ങൾ. മറിയ ചെയ്ത് അവൾ തീരുമാനിച്ച് ഞാൻ ദൈവത്തിന്റെ പാദത്തിൽ ഇരുന്ന് ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കും, ഞാനത് അനുസരിക്കും. അവൾ എടുത്ത തീരുമാനമാണ് എന്ത് ചെയ്ത്
മറ്റ് സഹായം എന്റെ സഹോദരൻ വേല ചെയ്യത്തില്ല, ദൈവത്തിന്റെ സന്നിധി കാത്തിരിക്കും. അവൻ കാത്തിരുന്നുകൊണ്ട് എന്ത് ചെയ്ത് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്ത മകളായി അവൻ മാറാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, ഇതേ മാർത്ത മറിയയുടെ സഹോദരൻ മരിച്ചപ്പോൾ കർത്താവ് വന്നിട്ടില്ല. കർത്താവ് അറിയാം മരിക്കുമെന്ന്. 4 ദിവസം കഴിഞ്ഞാണ് കർത്താവ് വന്നത്. ഇതിനുവേണ്ടിയാണ് ഞാൻ പറയട്ടെ, ഈ മറിയയ്ക്ക് വേണ്ടിയാണ് കർത്താവ് സഹോദരൻ ജീവനോട് കൊണ്ടുവരുവാൻ ഇടയാണ്. നമ്മൾ ആ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഇന്നും പ്രവർത്തിക്കും. എഴുതി തരാം, നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ ദൈവത്തിന്റെ മകളായി ജീവിക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ അവൻ മതിയാകും. പറയില്ലേ, മറിയയ്ക്ക് വേണ്ടി കർത്താവ് അത്രയും പ്രവർത്തിച്ചെങ്കിൽ ഗ്രാമത്തിലോട്ട് കർത്താവ് വന്നു. വചനം പറഞ്ഞ് മറിയ ഒരിക്കൽ കർത്താവ് ആ ഗ്രാമത്തിൽ ഏറ്റായില്ല. നിങ്ങൾ വായിച്ചു നോക്കി അറിയാം. മാർത്ത പോയി മറിയടുത്ത് പറയും, ഗുരു വന്നിട്ടുണ്ട്. മറിയ ഓടും. വായിച്ചു നോക്കണം. അപ്പോൾ തന്നെ സ്നേഹിക്കുന്ന വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവമാണെങ്കിൽ അവരുടെ ഇന്ന് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം എത്ര മതിയായവൻ. പക്ഷെ നാം അവരുടെ ശബ്ദം കേട്ട് അവനെ അനുഗമിച്ചാൽ പറയട്ടെ, നമ്മൾ പോലെ ബാക്കിയുവാൻ വേറെ ആരുമില്ല. കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്ത് നമുക്ക് നിത്യജീവൻ കൊടുത്തിട്ടുണ്ട്. പിതാവ് വചനം ഇവരെ എന്താണ് അപചരിക്കത്തില്ല, ആർക്കും കഴിയത്തില്ല. ദൈവം എന്റെ കാലത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, എന്നെ അനുഗമിക്കും. അതാത് കർത്താവ് നാം നിങ്ങളെ അറിഞ്ഞിട്ടുണ്ട്, ദൈവം അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ലോകസ്ഥാപനത്തിന് മുമ്പേ തന്റെ ജീവനെ കർത്താവ് യാഗമായി കൊടുക്കുമ്പോൾ തന്നെ കർത്താവ് എന്നെയും നിങ്ങളെയും അവൻ കണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ കടന്നുപോയ സാഹചര്യത്തിൽ ദൈവം നിങ്ങൾ കൈവിടുമോ? കൈവിടത്തില്ല. കൈവിടുന്നു പറഞ്ഞാൽ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. നമ്മൾ എടുക്കുന്ന ചില തെറ്റായ തീരുമാനങ്ങളാണ് നമ്മളെ പലപ്പോഴും ദൈവത്തിന്റെ വഴിയെ വിട്ട് മാറിപ്പോകുവാൻ ഇടവരുന്നത്. ഇതുകൊണ്ട് നാം ദൈവത്തിൽ ശബ്ദം കേൾക്കാതെ കൊണ്ടാണ്. അതുകൊണ്ട് മറിയ നല്ല അംശത്തിൽ പോലെ നാം ഇത് ചെയ്യണം. ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ നാം ശ്രമിക്കേണ്ടത്.